ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ആദ്യമായി സാധാരണഗതിയിൽ നാം പറയാറ് തീവ്രവാദത്തിന് മതമില്ല, തീവ്രവാദികൾ ആക്രമിക്കുന്നത് എല്ലാവരെയും ആയിരുന്നു ആക്രമിക്കുന്നത്. ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിയാൽ, ഒരു വെടിവയ്പുണ്ടായാൽ, ചാവേർ ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെയുള്ള എല്ലാവരും, എല്ലാ മനുഷ്യർക്കും നേരെയുള്ള, മാനവകുലത്തിന് നേരെയുള്ള അക്രമമായിട്ടാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതാദ്യമായി തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിരപരാധികളായ മനുഷ്യരെ നിരത്തി നിർത്തി അവരുടെ മതം ചോദിച്ച് അവരോട് ഇസ്ലാമിലുള്ള വിശ്വാസം രേഖപ്പെടുത്താൻ പറഞ്ഞതിന് ശേഷം അതിന് സാധിക്കാത്ത നിരപരാധികളായ മനുഷ്യരെയാണ് അതിക്രൂരമായി വെടിവെച്ചു കൊന്നത്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. സാധാരണഗതിയിൽ ഇത്തരമൊരു ദിവസമാണ് മനസ്സിലാകുന്നത് തീവ്രവാദത്തിന് മതമുണ്ട്. നിങ്ങളൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടാൻ അർഹരാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ പ്രഖ്യാപിച്ചത്. നമ്മെ അമ്പരപ്പിക്കുന്നത് അതിനും അപ്പുറത്ത് ഭാരതത്തിൽ നടന്ന ചില പ്രതികരണങ്ങളാണ്. ഒരുപക്ഷെ തീവ്രവാദികൾ അവരുടെ കുലത്തൊഴിലായ തീവ്രവാദം ചെയ്തുകൊണ്ടേയിരിക്കും. അവര് മനുഷ്യരൊന്നുമല്ല, അവര് മാനവരാശിക്ക് തന്നെ എതിരെ പ്രവർത്തിക്കുന്നവരാണ്, അതീവ ക്രൂരന്മാരാണ്. നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ തൊഴിൽ അതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചത്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാകേണ്ടത് അതിന്റെ ചുവട് പിടിച്ച് ഭാരതത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ പ്രതികരണമാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ, പ്രതിപക്ഷ നേതാവിന്റെ സഹോദരി ഭർത്താവായ, ഈ രാജ്യത്തിന്റെ പാർലമെന്റിലെ ഒരു എംപിയുടെ ഭർത്താവായ, ഈ രാജ്യത്തെ ഇത്രയും കാലം ഭരിച്ച യുടെ ചെയർപേഴ്സണായ ശ്രീമതി സോണിയയുടെ മരുമകനായ റോബർട്ട് വാദ്ര നടത്തിയ പ്രതികരണം ഏതൊരാളെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. റോബർട്ട് വാദ്ര പറഞ്ഞത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാവരും അരക്ഷിതാവസ്ഥയിലാണ്, അതിന്റെ പ്രതികരണമാണ് ഇന്നലെ അവിടെ കണ്ടതെന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതായത് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ അവർ ഇതര വിഭാഗങ്ങളെ കൊല്ലണമെന്ന ആഹ്വാനം കൂടിയാണ് ശ്രീമാൻ റോബർട്ട് വാദ്ര നടത്തിയത്. അതിനെ അപലപിക്കാൻ കോൺഗ്രസുകാരൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. കേരളത്തിലെയോ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെയോ ദേശീയ തലത്തിലോ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസുകാരൻ പോലും റോബർട്ട് വാദ്രയെ തള്ളിപ്പറയാനോ ആ ഒരു പ്രസ്താവനയെ അപലപിക്കാനോ തയ്യാറായിട്ടില്ല എന്നത് കോൺഗ്രസ് ഈ രാഷ്ട്രത്തിന് എത്രമാത്രം ശത്രുക്കളാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ്. മറ്റൊരു പ്രസ്താവന ഉണ്ടായത് സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി, അതായത് സിപിഎമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീമാൻ എം.എ. ബേബിയുടെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം, എം.എ. ബേബി കേരളത്തിന്റെ ഒരു മന്ത്രിയായിരുന്നയാളാണ്. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുമെന്ന് ജനങ്ങളോട് സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്തയാളാണ് ശ്രീമാൻ എം.എ. ബേബി. ബേബി നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? കശ്മീരിന് പ്രത്യേക അധികാരം കൊടുത്ത 370-ാം വകുപ്പ് നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയതിലുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. അതിൽ ആശങ്കയുള്ളവരാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് ബേബി പറഞ്ഞത്. നിങ്ങൾ നോക്കുമെന്ന്, ഇവരൊക്കെ കൂടി ഈ രാജ്യത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ രാഷ്ട്രത്തിന് നേരെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഈ രാജ്യത്തിന് നേരെ യുദ്ധപ്രഖ്യാപനം, അതാണ് ഓരോ തീവ്രവാദി ആക്രമണങ്ങളുടെയും ചാർജ് ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പോലീസ് അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര്, ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിന്റെ ചാർജ് ഷീറ്റിൽ ഉണ്ടാകുന്നത് ഓരോ തീവ്രവാദി ആക്രമണവും രാഷ്ട്രത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം എന്നാണ്. അപ്പൊ ഈ രാഷ്ട്രത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ച മത തീവ്രവാദികളോട് സന്ധി ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസുകാരും സിപിഎമ്മുകാരും കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടർന്നു വരുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസമുണ്ടായ തീവ്രവാദി ആക്രമണത്തോടുള്ള സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതികരണം. ഇത് റോബർട്ട് വാദ്ര മാത്രമല്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരിച്ചത്. തൃശൂർ എംപി ആയിരുന്ന ശ്രീമാൻ ടി.എൻ. പ്രതാപൻ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അയാൾ പറഞ്ഞത് എന്താ? ഈസ്റ്റർ ദിനത്തിൽ വടക്കേ ഇന്ത്യയിൽ എവിടെയോ ഒരു പള്ളിയിൽ ആരാധന ആരോ തടസ്സപ്പെടുത്തി. നമുക്ക് ആർക്കും അറിയില്ല. ഏതോ സാമൂഹ്യ വിരുദ്ധന്മാര് തടസ്സപ്പെടുത്തിയപ്പോൾ അയാൾ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയത് ഹിന്ദു തീവ്രവാദികൾ അതിക്രമിച്ചു കയറിയെന്നാണ്. ഇന്നലെ സാധാരണക്കാരായ മനുഷ്യരുടെ നേരെ അതിക്രമിച്ചു കയറി 26 പേരെ കൊന്നപ്പോൾ ടി.എൻ. പ്രതാപൻ പറഞ്ഞത്
സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്നാണ്. അപ്പൊ ആരാണ് തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? ഇവിടെ തീവ്രവാദത്തിന് മതമുണ്ട്. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. സമാധാനം ആഗ്രഹിക്കുന്ന നല്ലവരായ മുസ്ലിങ്ങളുണ്ട്. പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്നതാണ് ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ, ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചിന്തയും നമ്മളുടെ ശക്തിയും ഉണരേണ്ടത് രാഷ്ട്രവിരുദ്ധന്മാരായ ഏതൊരു വ്യക്തിക്കെതിരെയും നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ രാഷ്ട്രീയം പറയാനുള്ള സാഹചര്യമല്ല, ഇവിടെ മതം പറയാനുള്ള സാഹചര്യമല്ല. നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തവരെ ഒന്നടങ്കം അപലപിക്കാൻ ഈ രാജ്യത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും തയ്യാറാകുന്നില്ല എന്നതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം. ഇന്ന് ചെറുതെങ്കിലും നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ്. മരിച്ചുപോയ നിരപരാധി, അതിലൊരു മലയാളി കൂടിയുണ്ട്. ആര് മരിച്ചാലും നമ്മെ സംബന്ധിച്ച് ദുഃഖമാണ്. പക്ഷേ സാമീപ്യം കൊണ്ട് നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാകും. നമ്മുടെ ഒരു അയൽവാസി മരിച്ചാൽ അങ്ങനെയാണല്ലേ, ദൂരെയുള്ള ആൾ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖമാണ് അടുത്തുള്ള ഒരാൾ മരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് കൂടുതൽ ദുഃഖത്തിന്റെ സമയമാണ്. ഒരു മലയാളി, അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് പോയത്. പിന്നെ അദ്ദേഹത്തിന്റെ മകള് ചാനലുകാരോട് പറയുന്നത് കേട്ടു, എന്റെ തലയിലും കൊണ്ട് തോക്ക് ചൂണ്ടി അച്ഛനോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് കലീമ. ആ കലീമ ചൊല്ലാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛനെ വെടിവെച്ചു കൊന്നത്. ഇത് മറ്റൊരു കുഞ്ഞ്, 8-9 വയസ്സുള്ള ഒരു കുഞ്ഞിന്ന് ദേശീയ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണമുണ്ട്. ആ കുഞ്ഞു പറഞ്ഞത്, അവര് വലിയ താടിയുണ്ടായിരുന്നു, തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു, തൊപ്പിയിൽ ക്യാമറയും ഉണ്ടായിരുന്നു. അതിനുശേഷം മുഴുവൻ ജനങ്ങളോടും അവിടെ ഉണ്ടായിരുന്നവരെ നിരത്തി നിർത്തി. അതിൽ മുസ്ലിങ്ങളെ മുഴുവൻ ഒഴിവാക്കി നിർത്തിയിട്ട് ഹിന്ദുക്കളെയും മറ്റുള്ളവരെയുമാണ് വെടിവെച്ചത് എന്നൊരു കൊച്ചു കുഞ്ഞ്, 9-10 വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറയുകയാണ്. മറ്റൊരു മനുഷ്യൻ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കലിമ ചൊല്ലാൻ. അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മുട്ടയെ നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ തീവ്രവാദികൾ സ്വാഭാവികമാണ്. പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി അതിർത്തി കടന്നു വന്ന തീവ്രവാദികൾ തന്നെയാണ്, പാകിസ്ഥാൻ തീവ്രവാദികളാണ്. പക്ഷെ അവർ ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ മതഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ജനരോഷം ഉയരേണ്ടത്. എന്തായാലും പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കുമെന്ന് ശ്രീമാൻ നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, തീവ്രവാദികളായി ഇവിടെ വന്നവരെ മാത്രമല്ല, അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും അവർക്ക് ഒത്താശ ചെയ്യുന്നവരെയും കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ നൽകി അവരെ ശിക്ഷിക്കും, തീവ്രവാദത്തിന്റെ വേരറുക്കുമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതെല്ലാം നടപ്പാക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും സർക്കാരുമായതിനാൽ ഈ രാജ്യത്തെ 150 കോടി വരുന്ന ജനങ്ങൾക്കും ആശ്വസിക്കാം. ഇവിടെ ആരാണ് ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്തിയത്? അവരാരും അവരുടെ വീടുകളിൽ സ്വൈര്യമായി ഉറങ്ങാൻ പോകുന്നില്ല. അവർക്ക് കൃത്യമായ മറുപടി കിട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധം, നമ്മളുടെ രോഷം, നമ്മളുടെ വിഷമം ഒക്കെ പ്രകടിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ദേശസ്നേഹികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു. വന്ദേ മാതരം. നേരത്തെ വെക്കണം, അതോ വല്ല അടുപ്പിച്ച് വെക്കണോ? ഒരുമിച്ചാണോ നേരത്തെ വെക്കണം? കേട്ടോ.